ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 8ാമത് എഡിഷന് കോഴിക്കോട് ബീച്ചിൽ തുടക്കമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യങ്ങളെ ആഘോഷമാക്കുന്ന KLF എല്ലാം ഏകശിലാലിഖിതമാക്കാൻ വെമ്പൽ കൊള്ളുന്ന അധികാര കേന്ദ്രങ്ങൾക്കുള്ള മറുപടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ബുക്കർ പുരസ്കാര ജേതാക്കളടക്കമുള്ള വിശിഷ്ടാതിഥികളാണ് KLFന്റെ 8ാമത് എഡിഷന് തുടക്കം കുറിച്ച് ഭദ്രദീപം കൊളുത്തിയത്. മുഖ്യമന്ത്രി ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്നിവിടെ തുടങ്ങുന്ന ഈ സാഹിത്യോത്സവം പ്രമുഖരായ എഴുത്തുകാരുടെയും ചിന്തകരുടെയും സാന്നിധ്യത്താൽ അവിസ്മരണീയമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരള സാഹിത്യോത്സവങ്ങളിലൂടെ നടത്തുന്ന ആശയ മുന്നേറ്റങ്ങൾ ശ്ലാഘനീയമാണ്. നൊബേൽ, ഓസ്കാർ, മാക്സസെ, ജ്ഞാനപീഠം, സരസ്വതി സമ്മാൻ ജേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായി കേരളീയർക്ക് സംവദിക്കാനുള്ള വേദിയാണ് നിങ്ങളിവിടെ ഒരുക്കുന്നത്. KLF കഴിഞ്ഞ 7 പതിപ്പുകളിലൂടെ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ പ്രസരിപ്പിച്ച ഊർജം ചെറുതല്ല. കോഴിക്കോട് നഗരം യുനെസ്കോയുടെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചതിൻ്റെ പിന്നിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ശ്രദ്ധേയമായ തുടർ വിജയങ്ങൾ ഒരു പ്രധാന ഘടകമാണ്. കോഴിക്കോടിന് സാഹിത്യ നഗര പദവി നേടിത്തരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആ പദവി നിലനിർത്തുന്നതിലും നിർണായകമായ പങ്ക് വഹിക്കുന്നു എന്നത് സന്തോഷകരമാണ്. എല്ലാം ഏകശിലാരൂപത്തിലാക്കിയെടുക്കാൻ അധികാര കേന്ദ്രങ്ങൾ വ്യഗ്രതപ്പെടുന്ന കാലത്ത് വൈവിധ്യ സമൃദ്ധിയെ ആഘോഷിക്കുന്നു നിങ്ങൾ. ഇതിൽ പുരോഗമനപരമായ ഒരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട്. ഇത് ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ഈ വഴിയിലൂടെ മാതൃകയായി മുന്നേറുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നാടിനാകെ അഭിമാനം പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. പ്രമുഖ അഭിനേതാവ് നസ്രുദ്ദീൻ ഷാ മുഖ്യാതിഥിയായിരുന്നു. രാജ്യത്തിന്റെ ഏറ്റവും സുന്ദരമായ ഭാഗമാണ് കേരളമെന്ന് നസ്രുദ്ദീൻ ഷായുടെ വാക്കുകൾ. I'm feeling like an actor on stage who forgot to learn his script. I'm always happy to come to Kerala. I consider it one of the most beautiful parts of this country. I have always felt very welcome and I've always enjoyed a great deal, a wonderful time. I've traveled almost throughout this wonderful state, God's own country as they call it, which is absolutely true, and the only state which boasts 100% literacy. So I'm not at all surprised to see the number of people who are participating here today. And I congratulate the organizers. I welcome all of you. And it has been my very great honor. I'm not a writer really, but to be in the company of writers is always stimulating. You're always exposed to new ideas. You end up reading new books which you didn't know about, and you get to talk to the people who wrote them. So, thank you all very much for this warm reception. തമിഴ്നാട് ധനകാര്യ വകുപ്പ് മന്ത്രി പളനിവേൽ ത്യാഗരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. KLF സാഹിത്യത്തിന്റെ മാത്രമല്ല കലകളുടെയും ജനാധിപത്യത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ആഘോഷമാണെന്ന് തുടർന്ന് സംസാരിച്ച നടൻ പ്രകാശ് രാജ് പറഞ്ഞു. 40 years back, I was in grade 12 and I had done a play, Chekhov's The Boar. And at the college I got the best actor, best director. And next day in Bangalore there was a show by this man. I went and watched the play, then I realized I have a long way to go. And today I am here 40 years later. It's a great moment to sit next to him. So wonderful. Thank you, Kerala, for making this festival a wonderful festival. It is just not a book festival or a literary festival. It is celebration of art, celebration of democracy, celebration of protest, celebration of resilience of Kerala. മലയാള സാഹിത്യകാരന്മാരായ M. മുകുന്ദൻ, K. സച്ചിദാനന്ദൻ, ഇന്ത്യയിലെ ഫ്രഞ്ച് നോർവീജിയ അംബാസഡർമാർ DC രവി, കോഴിക്കോട് മേയർ M. ബീന ഫിലിപ്പ്, വിദേശ സാഹിത്യകാരന്മാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.